ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കുവൈത്തിലെ വിസ ടൈപ്സിനെ കുറിച്ചാണ്. കോമൺ ആയിട്ട് വളർച്ചയുള്ള വിസ ടൈപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ വിസയാണെന്ന് നോക്കാം. നമുക്ക് എൻട്രൻസ് വിസയുണ്ട്, വർക്ക് വിസയുണ്ട്, ഖാദിം വിസയുണ്ട്, ഫാമിലി വിസയുണ്ട്, ടൂറിസ്റ്റ് വിസയുണ്ട്, വിസിറ്റിംഗ് വിസയുണ്ട്, ബിസിനസ് വിസയുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വിസകൾ അവൈലബിൾ ആണ് കുവൈത്തിൽ. പക്ഷേ ഏതൊക്കെ രീതിയിലാണ് നമുക്കിവിടെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പം വർക്ക് വിസ തന്നെ നമുക്ക് ആദ്യം നോക്കാം. വർക്ക് വിസ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ നമ്പർ 18 നമ്പർ വിസയാണ്. അതിനെ സ്റ്റൂൺ വിസ എന്നും പറയാറുണ്ട്. ഇപ്പം നേഴ്സായിട്ട് വരുന്ന ഒരാൾ നാട്ടിലെ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് എൻട്രൻസ് വിസയിലാണ്. 3 months എൻട്രൻസ് വിസ. അതിനുള്ളിൽ ഇവിടെ വന്നതിന് ശേഷം മെഡിക്കലും എല്ലാം കഴിഞ്ഞ് സിവിൽ ഐ ഡി എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ 18 നമ്പർ കാറ്റഗറിയിലോട്ടുള്ള വിസയിലോട്ട് നമ്മുടെ വിസ അടിച്ചു തരുവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും പ്രോജക്റ്റ് വിസയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ. അപ്പോൾ ഈ മെയിൻലി ഈ പ്രോജക്റ്റ് വിസയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇപ്പോൾ 5 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും. ആ 5 വർഷത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ അതേ പ്രോജക്റ്റിലോട്ട് മാത്രമേ അതേ സെയിം പ്രോജക്റ്റിലോട്ട് മാത്രമേ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ 18 നമ്പർ വിസയിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന വിസകളുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത വിസകളുണ്ട്. അത് നമുക്ക് വിസ അടിച്ചു കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ്. സൂൺ വിസ ആണെങ്കിലും 18 നമ്പർ വിസയാണ്. അപ്പം അതാണെങ്കിലും നമുക്കിവിടെ വന്ന് ജോലി കണ്ടെത്തി ജോലിക്ക് കയറാവുന്ന വിസയാണ്. അതുപോലെ തന്നെ ഫാക്ടറിയിലോട്ട് വരാനും അതുപോലെ ഫാമേഴ്സായിട്ട് വരാനും ഒക്കെ ഉള്ളത് വിസ ടൈപ്പ് 18 ആണ്. അപ്പോൾ ഈ 18 ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതും ഇല്ലാത്തതുമായ ഒരുപാട് വിസകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ നമ്പർ 22 വിസയാണ് ഫാമിലി വിസയും അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസയും. ഫാമിലി വിസയിൽ നമുക്ക് 800 KD സാലറി വേണം ഫാമിലിനെ കൊണ്ടുവരാനായിട്ട് ഇത്തിനാമലിൽ. അതുപോലെ തന്നെ നേരത്തെ ഡിഗ്രി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ അങ്ങനെ ഡിഗ്രി ഒന്നും ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസയിൽ നമുക്ക് ഫാമിലിനെയും കൊണ്ടുവരാൻ പറ്റും, അതുപോലെ തന്നെ പാരൻസിനെയും കൊണ്ടുവരാൻ പറ്റും. അതിനകത്ത് നമുക്ക് വിസിറ്റിങ്ങിന് 400 KD സാലറി ഇത്തിനാമലിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിനെയും അതുപോലെ തന്നെ പേരൻസിനെയും വിസിറ്റിങ്ങിന് 1 month കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നേരത്തെയൊക്കെ 3 months ആയിരുന്നു. ഇപ്പോൾ അവർ അലോ ചെയ്തേക്കുന്ന 1 month മാത്രമേ നമ്മുടെ ഫാമിലിനെ വിസിറ്റിങ്ങിന് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇത് ആർട്ടിക്കിൾ നമ്പർ 22. പിന്നീടുള്ള വിസയാണ് ഖാദിം വിസ. ആർട്ടിക്കിൾ നമ്പർ 20. ആർട്ടിക്കിൾ നമ്പർ 20ലാണ് ഖാദിം വിസ. ഇത് നമുക്ക് കുവൈത്തിലുള്ള വീട്ടിലോട്ട് തന്നെ ജോലിക്ക് വരുന്ന വിസയാണ്. അവർ തന്നെ സ്പോൺസർ ചെയ്ത് അവരുടെ അണ്ടറിൽ തന്നെ നിൽക്കുന്ന വിസയാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ അവർക്ക് ഇങ്ങനെ കൊണ്ടുവരാനുള്ള വിസയും കാര്യങ്ങളൊക്കെ കൊടുക്കും. അവരങ്ങനെ അവർ തന്നെ സ്പോൺസർ ചെയ്ത് അവർ തന്നെ എല്ലാ ചിലവും വഹിച്ച് അവർ തന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ജോലിക്കാരാണ് ഖാദിം വിസ എന്ന് പറയുന്നത്. പിന്നീടുള്ള വിസ എന്ന് പറഞ്ഞാൽ 17 നമ്പർ വിസയാണ്. അത് നമ്മുടെ ഗവൺമെൻറ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു വിസയാണ്. ആർട്ടിക്കിൾ നമ്പർ 17 വിസ. പിന്നീടുള്ളത് ആർട്ടിക്കിൾ നമ്പർ 14 വിസയാണ്. അത് ടെമ്പററി വിസയാണ്. 3 monthsലേക്ക് അടിക്കുന്ന വിസയാണ്. കാരണം പെർമനൻറ്റ് വിസ അടിക്കാൻ വേണ്ടി ലേറ്റ് ആവുന്നവർക്കൊക്കെ 3 മന്ത്സിൽ ടെമ്പററി ആയിട്ട് അടിച്ചു കൊടുക്കുന്ന വിസയാണ്. ഈ ടൈമിൽ നമ്മൾ കുവൈത്തിൽ നിന്ന് എക്സിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വിസ ക്യാൻസൽ ആയിപ്പോവും, പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. പിന്നീട് ഉള്ളത് സൂൺ വിസയാണ്. സൂൺ വിസയും നമുക്ക് കാറ്റഗറി 18 പെടുന്നതാണ്. അത് നമുക്കിവിടെ വന്നിട്ട് നമുക്ക് ജോലി കണ്ടുപിടിച്ച് നമുക്ക് ജോലി കയറാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഇവിടെ വരാൻ പറ്റുന്ന വിസകളും കാര്യങ്ങളും ഒക്കെ. നമുക്ക് ഏത് വിസ അടിച്ച് കൈ കിട്ടുമ്പോഴും നമ്മളത് ട്രാൻസ്ഫർ ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഇപ്പോൾ നഴ്സുമാർക്കൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കമ്പനി വർക്ക് ചെയ്തു 3-4 വർഷം കഴിയുമ്പോൾ നമുക്ക് ആ കമ്പനി മാറണമെന്നുണ്ടെങ്കിൽ കമ്പനി നമ്മളെ വിസ ട്രാൻസ്ഫർ ചെയ്യാൻ റെഡിയാണ് അല്ലെങ്കിൽ NOC തരാൻ റെഡിയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വേറെ ജോലിയുള്ളിടത്തോട്ടൊക്കെ മാറാൻ പറ്റും. അതുപോലെ തന്നെ പ്രോജക്റ്റ് തീരുമ്പോൾ നമ്മുടെ ഇപ്പം മിക്കവാറും ഓയിൽ കമ്പനിയിലും ഗ്യാസിൻ്റെ അവിടെയൊക്കെ അവർക്ക് പ്രോജക്റ്റാണ് 5 വർഷത്തെ പ്രോജക്റ്റ് അല്ലെങ്കിൽ 6 വർഷത്തെ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് കഴിയുമ്പോൾ നമ്മൾ അതേപോലെ തന്നെ വിസ ട്രാൻസ്ഫർ ചെയ്ത് വേറൊരു പ്രോജക്റ്റിലോട്ട് മാറുക. അങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഇവിടെ വിസ ടൈപ്സ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ബൈ.